ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 1 മണി 1:30 ടൈമിലാട്ടോ നമ്മൾ KSRTCയിൽ പോണത്. ബസ് കയറിയപ്പോൾ തന്നെ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു സൗണ്ട് കെട്ടി എല്ലാവരും നീറ്റു. നെക്സ്റ്റ് സ്റ്റോപ്പ് പോലീസ് സ്റ്റേഷനിലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബസ്സിൻ്റെ ചില്ല് വേറൊരു വണ്ടി തട്ടി പൊട്ടി. ആരുടെ ഭാഗത്താ മിസ്റ്റേക്ക് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തു കേട്ടോ. അങ്ങനെ അരമണിക്കൂർ അവിടെ ലേഗായി നിന്നൂട്ടാ. ആ ഇടയിൽ ഇച്ചാപ്പും നീറ്റ് കുറച്ച് കുറുമ്പളകി. പിന്നെ വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ ഉഷാറായിട്ടോ. അങ്ങനെ അവർ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തന്ന് ബസ്സിത്തെ ചില്ലുകൾ ക്ലീൻ ആക്കുക കേട്ടോ ആ ചേട്ടൻ. എന്തോ ഭാഗ്യം കൊണ്ട് ആർക്കും ഒരാപത്തും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ കോട്ടയ്ക്കൽ നിന്ന് 1:30 കയറി ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അടിമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ആനച്ചാലിക്ക്. എന്തായാലും ഡയറക്റ്റ് ബസ്സാണ്, മാറി കയറാനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്താണ്. 300 സംതിങ് രൂപ കേട്ടോ ഒരാൾക്കായത്. എന്തായാലും സ്ലീപ്പറാണ്, മീൻസ് കിടന്നു പോകാൻ പറ്റില്ല, പക്ഷെ ഇരുന്ന് ചിരിഞ്ഞു പോവാട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഏറ്റവും ബാക്കത്തെ സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. ഉറങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റി, ഉറങ്ങാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഭയങ്കര കുലുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോൾ ഞങ്ങൾ ആനച്ചാലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുട്ടൻ വരാനുള്ള വെയിറ്റിങ്ങിലാണ്. ആള് വണ്ടി എത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാർ ഇവിടെയാണ്. ഇവർ 3-6 പണിക്ക് വന്നതിന് ശേഷം നമ്മളെ കാർ സ്ഥിരം ഇവിടെയാണ്. പിന്നെ നമ്മളെ വീട് കണ്ടിട്ടില്ല കേട്ടോ ആള്. അപ്പോൾ ആരൊക്കെ ഉണ്ട് ഈ യാത്രയിൽ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാനുണ്ട്, സബിത ഉണ്ട്, പിന്നെ എൻ്റെ അച്ഛനുണ്ട്, നമ്മൾ ഇച്ചാപ്പുണ്ട്, പിന്നെ നമ്മൾ പെങ്ങളെ പോലെ കാണുന്നത് നമ്മളെ തുമ്മിയുണ്ട് കേട്ടോ. പെങ്ങളെ പോലെയല്ല, പെങ്ങൾ തന്നെ. പിന്നെ അവളെ ഏട്ടനും ഉണ്ട്. അവന് ലീവ് ഉണ്ടായ കുട്ടൻ്റെ കൂടെ വർക്കിന് പോകാണ്ട് അങ്ങനെ കയറിയതാട്ടോ ആള്. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് കേട്ടോ. അവിടെ ഉറക്കം തോന്നി ഇരുന്നോണ്ട് തന്നെ നമ്മളെ കുട്ടൻ വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുകയാണ് ഗൈസ്. ആ കണ്ടുമുട്ടലിൻ്റെ അപൂർവ നിമിഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ നല്ല സ്നേഹപ്രകടനങ്ങളായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ തല്ലുണ്ടാവും കേട്ടോ. എന്തെന്നെ പറഞ്ഞാലും നമ്മളെ കുട്ടനെ കണ്ടപ്പോൾ എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷം സമാധാനമൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നിൽക്കണ വീട്. ഇവിടെ ഒരു അമ്മച്ചി അപ്പാപ്പനും ഉണ്ട്. അവരെ വീടിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ ഇവർക്ക് നിൽക്കാൻ കൊടുത്തേക്കുന്നത്. നല്ലൊരു വീട് കേട്ടോ. കുറേ ചെടികളും കുറേ പച്ചക്കറികളും കുറേ കൃഷികളുമായിട്ടൊക്കെ നല്ലൊരു വീട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അവർ കിടക്കൽ. ഇനി ഒരു റൂമും കൂടി ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ കിടക്കണം കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ കുട്ടി എനിക്ക് ഡ്യൂട്ടി തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുട്ടുണ്ടാക്കാൻ. അങ്ങനെ പുട്ടും പപ്പടം പഴമുണ്ട്, പിന്നെ ചോറുണ്ടാക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ വർക്കിന് പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണം കേട്ടോ. അതാണ് ഞങ്ങൾ ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരണതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.